കുരുമുളക് വിളവെടുപ്പ് സീസൺ ആരംഭിക്കാനിരിക്കെ ഉൽപാദനത്തിലുണ്ടായ കുറവ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയുമാണ് ഉൽപാദനക്കുറവിന് കാരണം. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിലയുണ്ടെങ്കിലും വിളവില്ലാത്തത് കർഷകരെ നിരാശയിലാക്കി. കുരുമുളക് കൃഷിയുടെ പ്രധാന കേന്ദ്രമായ ഹൈറേഞ്ചിലെ ഒട്ടുമിക്ക പ്രദേശത്തും വിളവെടുപ്പ് ആരംഭിച്ചതേ ഉള്ളൂ. ഫെബ്രുവരി മാർച്ച് മാസത്തോടെ വിളവെടുപ്പ് പൂർണ്ണ തോതിലാകും. കാലാവസ്ഥ വ്യതിയാനം വിളവെടുപ്പ് വൈകാനും ഇടയാക്കി. ഒരു മാസം മുമ്പ് കിലോയ്ക്ക് 610 രൂപയായിരുന്ന കുരുമുളക് വില 640 രൂപയിലേക്കാണ് ഉയർന്നത്. വരും ദിവസങ്ങളിൽ വില ഇനിയും മെച്ചപ്പെടുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഇന്ത്യൻ കുരുമുളകിന്റെ ഉൽപാദനം ഇടിഞ്ഞതും നേപ്പാൾ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് കള്ളക്കടത്തായി വന്നിരുന്ന കുരുമുളകിന്റെ വരവ് കുറഞ്ഞതും ആഭ്യന്തര മാർക്കറ്റിൽ വില ഉയരാൻ ഇടയാക്കി. എന്നാൽ വിളവെടുപ്പ് തുടങ്ങിയെങ്കിലും ഉൽപാദനം കഴിഞ്ഞ വർഷത്തേക്കാൾ 4 മാത്രമാണ് ഉള്ളത്. ഉള്ളയ്ക്ക് വലിപ്പവും തൂക്കവും കുറഞ്ഞു. തിരിയിൽ അവിടവിടായി മാത്രമാണ് മണി പിടിച്ചിരിക്കുന്നത്. ഇത് കർഷകരുടെ പ്രതീക്ഷയെല്ലാം തകർത്തു. ഈ വർഷം 2025 നമ്മൾ കുരുമുളകിന്റെ ഉൽപാദനം നമ്മൾ വിളവെടുപ്പ് തുടങ്ങാറായി വരുന്നതാണ്. അത്യാവശ്യം കൊടികളെല്ലാം മുളകൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം തീർത്തും മുളക് കുറവാണ്. ഗണ്യമായ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോ കിട്ടുന്നവർക്ക് 10 കിലോ കിട്ടുന്ന അവസ്ഥയല്ല. അത്രയും വിളവ് ഉൽപാദനം കുറവാണ് ഈ വർഷം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണെങ്കിലും പണിക്കാരെ കിട്ടാനില്ല. തൊഴിലാളികളെ എല്ലാം മറ്റുള്ള പണികൾക്കൊക്കെ പോകുന്നതുകൊണ്ട് അതും കിട്ടുകയില്ല. അങ്ങനെ ഒരു ഭയങ്കര അവസ്ഥയായിരിക്കുന്നത്. അത്യാവശ്യം വില പ്രതീക്ഷയോട് കൂടി ഇരുന്നതായിരുന്നു. എന്നാൽ ഇപ്പം വേരിയേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വില കുറവിൻ്റെ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട്. അതും ഇനി സീസൺ ആകുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് അറിയത്തില്ല കർഷകർക്ക്. ഉള്ളത് പറിച്ചെടുക്കാൻ തൊഴിലാളിയെയും കിട്ടാനില്ല. മിക്ക കർഷകരും സ്വന്തമായാണ് മുളക് പറിച്ചെടുക്കുന്നത്. ഒരു വർഷം കാത്തിരുന്ന സീസൺ ആരംഭിച്ചപ്പോൾ വിളവ് കുറഞ്ഞത് കർഷകർക്കേറ്റ പ്രഹരമാണ്. മുളകിന് ന്യായവില ലഭിച്ചപ്പോൾ കർഷകർ ഏറെ പ്രതീക്ഷിച്ചു. എന്നാൽ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായി. പരിപാലനത്തിന് വേണ്ടി വന്ന തുക ലഭിച്ചാൽ അത് ഭാഗ്യമാകും. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ രൂപത്തിലാണ് ഈ വർഷം കർഷകർക്ക് തിരിച്ചടി നേരിട്ടത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.